T20 ലോകകപ്പിലെ ജീവൻ മരണ പോരാട്ടത്തിനിറങ്ങുകയാണ് ടീം ഇന്ത്യ. ഒരു ചെറിയ പിഴവിന് പോലും വലിയ വില കൊടുക്കേണ്ടി വരും. ലോക ചാമ്പ്യന്മാരുടെ പകിട്ടില്ലാതെയാകും ചെപ്പോക്കിൽ സിംബാബ്വെ നേരിടാൻ സൂര്യകുമാറും സംഘവും ഇറങ്ങുക. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇറക്കിയ റെഗുലർ പ്ലാൻ റിസൾട്ട് ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ പുതിയ പ്ലാനിങ്ങിലാണ് ഇന്ത്യൻ ക്യാമ്പ്. പ്ലാൻ ബി. ബാറ്റിംഗ് ഓർഡറിലെ അഴിച്ചുപണി മുതൽ ബൌളിംഗിലെ പോരായ്മകൾ വരെ പരിഹരിക്കേണ്ടതുണ്ട്. പുതിയ പ്ലാനിൽ മലയാളി താരം സഞ്ജു സാംസണ് അവസരം ലഭിക്കുമോ എന്നാണ് മലയാളി ആരാധകരടക്കം ഉറ്റുനോക്കുന്നത്. ആ സാധ്യത തള്ളിക്കളയേണ്ടതില്ലെന്ന സൂചനകളാണ് ടീം ക്യാമ്പിനുള്ളിൽ നിന്ന് ലഭിക്കുന്നതും. T20 ലോകകപ്പിന് മുൻപ് ഇന്ത്യൻ ആരാധകരുടെ മാത്രമല്ല എതിരാളികളുടെ പോലും ശ്രദ്ധാകേന്ദ്രമായിരുന്നു അഭിഷേക് ശർമ്മ. 2020 ലോക റാങ്കിങ്ങിലെ 1-ാം നമ്പർ. ക്രീസിൽ നിൽക്കുന്ന ഓരോ നിമിഷവും എതിരാളികളെ വിറപ്പിക്കുന്ന ദ കംപ്ലീറ്റ് ഡിസ്ട്രക്ടർ. പക്ഷേ ലോകകപ്പിൽ കണ്ട അഭിഷേക് മറ്റൊരാളായിരുന്നു. ആദ്യ 3 മത്സരത്തിലും സംപൂജ്യൻ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയത് 15 റൺസ് മാത്രം. അഭിഷേകിന് വിശ്രമം കൊടുക്കാൻ ടീം മാനേജ്മെന്റ് തയ്യാറാകുമോ എന്ന് കാത്തിരുന്നു കാണണം. അഭിഷേകിന്റെ തുടർ പരാജയങ്ങളാണ് സഞ്ജുവിനെ മടക്കി വിളിക്കണമെന്ന മുറവിളികൾക്ക് പിന്നിൽ. ആദ്യ 3 മത്സരങ്ങളിൽ നേടിയത് വെറും 25 റൺസ് മാത്രമാണെങ്കിലും നമീബിയക്കെതിരെ 8 പന്തിൽ സഞ്ജു 22 റൺസ് എടുത്തിരുന്നു. താരം ഫോം കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്ന സൂചനയാവാമത്. ഏത് പൊസിഷനിലും കളിക്കാൻ തയ്യാറായ സഞ്ജുവിന് തിരിച്ചു വരാൻ അവസരം നൽകണമെന്ന് വാദിക്കുന്നവരിൽ മുൻ താരങ്ങളുമുണ്ട്. കിട്ടിയ അവസരം നന്നായി മുതലാക്കിയ ഇഷാൻ കിഷൻ മുതൽ മധ്യനിരയിൽ തകർത്തു കളിക്കാൻ ശിവം ദുബെയും ഹർദിക് പാണ്ഡ്യയുമുള്ളപ്പോൾ പ്ലാൻ ബി നടപ്പിലാക്കാൻ ആരെ ഒഴിവാക്കി ടീം സെറ്റ് ചെയ്യുമെന്നതിന് ലളിതമായ ഉത്തരം മാനേജ്മെന്റിനുണ്ടാകാനിടയില്ല. അവസാന ഓവറുകളിലേക്കായി ഇന്ത്യ കരുതി വെച്ചിരുന്ന റിങ്കു സിംഗിന് ഇതുവരെയും അതിനൊത്ത പ്രകടനം പുറത്തെടുക്കാനും സാധിച്ചിട്ടില്ല. അടിയന്തരമായി നാട്ടിലേക്ക് മടങ്ങിയ റിങ്കു ചെപ്പോക്കിലെ പ്രാക്ടീസ് സെഷനിൽ പങ്കെടുത്തില്ല. 26 നടക്കുന്ന മത്സരത്തിൽ റിങ്കു എത്താതിരിക്കുകയോ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താതിരിക്കുകയോ ചെയ്താൽ സഞ്ജുവിന് മുന്നിൽ വീണ്ടും വാതിൽ തുറക്കാനാണ് സാധ്യത. റിങ്കുവിന്റെ സ്ഥാനം സഞ്ജുവിന് നൽകുകയോ അല്ലെങ്കിൽ സഞ്ജുവിനെ ഓപ്പണറാക്കി കിഷനെ 3-ാം നമ്പറിൽ ഇറക്കുകയോ ചെയ്യണമെന്ന് വാദിക്കുന്നവർ ഇന്നേറെയാണ്. സഞ്ജുവിന് പുറമെ അക്ഷർ പട്ടേലിനും അവസരം നൽകണമെന്ന് അഭിപ്രായപ്പെടുന്നവരും കുറവല്ല.